ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന വീഡിയോ വേറെ ഒന്നുമല്ല. നമ്മൾ ബെല്ലിംഗ്നൗർ എന്ന് പറഞ്ഞൊരു മോഡൽ EV സ്കൂട്ടറാണിത്. അപ്പോൾ ഇതിൻ്റെ ഷോക്ക് അബ്സോർവർ മാറാൻ പോവുകയാണ്. അപ്പോൾ നമ്മൾ ഇതിനു വേണ്ടി ഉപയോഗിക്കുന്നത് ഈ കമ്പനിയുടെ ഷോക്ക് അബ്സോർവർ അല്ല, സ്പ്ലെൻഡറിൻ്റെതാണ് വരുന്നത്. കാരണം സ്പ്ലെൻഡറിൻ്റെ കറക്റ്റ് സ്യൂട്ടാണ്, കുറച്ച് ഹൈറ്റ് കൂടുന്നേ ഉള്ളൂ. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് റീപ്ലേസ് ചെയ്യാൻ നോക്കാം. ആദ്യമായി നമ്മൾ ഇതിൻ്റെ ബാറ്ററി ഒന്ന് റിമൂവ് ചെയ്യണം. ഇത് റിമൂവബിൾ ബാറ്ററി ടൈപ്പ് വണ്ടിയാണ്. അപ്പോൾ നമുക്ക് ബാറ്ററി എപ്പോഴും ഊരിയെടുക്കാൻ പറ്റും. ഊരിയെടുത്തും ചാർജ് ചെയ്യാം, വണ്ടിയിൽ വെച്ചും ചാർജ് ചെയ്യാം. അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് ആ ബാറ്ററി ഊരി മാറ്റുക. അതിനുശേഷം ചെയ്യാനുള്ള എന്തെന്ന് വെച്ചാൽ നമ്മളതിൻ്റെ ഡിക്കി, ഈ സീറ്റ് വേണ്ട ഡിക്കി ഒന്ന് ഓപ്പൺ ആക്കുക. ഇതെങ്ങനെ ഓപ്പൺ ആക്കുക വെച്ചാൽ 4-10 ബോൾട്ട് വരും. അപ്പോൾ അത് നമ്മളത് റിമൂവ് ചെയ്ത് നമുക്കിത് ഈസി ആയിട്ട് പൊക്കിയെടുക്കാനേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ ആ വീഡിയോ കാണും, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അത്. കസ്റ്റമർ നമ്മളെ അടുത്ത് ഒരു കംപ്ലയിൻ്റ് കൂടി പറഞ്ഞു. അതിൻ്റെ ബാക്കിൽ നിന്നൊരു സൗണ്ട് ഉണ്ടെന്ന് കൂടി. നമ്മൾ ഷോക്ക് അബ്സോർവർ ഓൾറെഡി കംപ്ലയിൻ്റ് ആയിരുന്നു, ലീക്ക് ഉണ്ടായിരുന്നു. നമ്മൾ വേറൊരു സൗണ്ട് കൂടി പുള്ളി പറഞ്ഞായിരുന്നു. നമ്മളിത് ചെക്ക് ചെയ്ത സമയത്താണ് നമ്മൾ കണ്ടത് ഇതിൻ്റെ കൺട്രോളർ പറഞ്ഞ പാനലിൻ്റെ അവിടുത്തെ ആ ഒരു വെൽഡിങ് പൊട്ടി അത് അകത്തിരുന്നൊരു സൗണ്ടായി കിടക്കുക. എവിടെ സർവീസിന് കൊടുത്ത സമയത്ത് അവരെ ടാഗ് അടിച്ചാണ് വിട്ടേക്കുന്നത്. ഇത് വെൽഡ് ചെയ്ത് വെച്ചില്ലെങ്കിൽ നമുക്ക് ഇതിൻ്റെ കൺട്രോളിൻ്റെ വയറൊക്കെ പെട്ടെന്ന് ഡാമേജ് വരാൻ ചാൻസ് ഉണ്ട്. അതിൻ്റെ ഒരു സൗണ്ട് ഉണ്ടായിരുന്നു കേട്ടോ. ഇതാണ് കൺട്രോളർ വരുന്നത്. ഇപ്പം ഞാൻ തൊട്ടതാണ് നമ്മുടെ കൺവെർട്ടർ എന്ന് പറയും. അതും കട്ട് ചെയ്താണ് കൊടുത്തേക്കുന്നത്. അവർ വേറൊരു വണ്ടിയുടെ മോഡലിൻ്റെയാണ് ഇട്ടേക്കുന്നത്. അത് പ്രോബ്ലം ഇല്ല, ഇതിന് സ്യൂട്ടബിളാണ്. അവർ കറക്റ്റാണ് കൊടുത്തേക്കുന്നത്. അതാണ് DC കൺവെർട്ടർ. ഞാനിപ്പോൾ തൊട്ട് കാണിച്ചതാണ് ആൻറ്റി ഡ്രിഫ്റ്റ് അലാറം. അതാണ് നമ്മൾ റിമോട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നത്. പിന്നെ ഇത് MCB. ഇതെല്ലാവർക്കും MCB ആണെന്ന്, കാരണം ബ്രേക്കറാണ്. നമുക്ക് എന്തെങ്കിലും വോൾട്ടേജ് എല്ലാം കയറുന്നത് ബ്രേക്കാം. അപ്പോൾ ഇതാണ് ഈ സംഭവം വരുന്നത്. അപ്പോൾ ഇതിൻ്റെ സൗണ്ടാണ് കേട്ടുകൊണ്ടിരുന്നത് വണ്ടിയിൽ. അപ്പോൾ നമ്മളിത് എന്തായാലും ഫുൾ പൊളിച്ചതിന് ശേഷം നമുക്കത് വെൽഡ് ചെയ്യാൻ കൊടുക്കണം. പിന്നെ നമ്മൾ ഈ വണ്ടി പൊളിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇതിൽ ശരിക്കും നെട്ടും ബോൾട്ടും ഉണ്ട്. അപ്പോൾ എവിടേക്കാണ് സ്ക്രൂ ഇരിക്കുന്നത് പെട്ടെന്നൊന്നും മനസ്സിലാവത്തില്ല. കുറേ സ്ക്രൂ ഉണ്ട്, പിന്നെ 10 വോൾട്ട് നെട്ടും ബോൾട്ടും കുറേ ഉണ്ട്. അപ്പം അത്രയും സൂക്ഷ്മമായിട്ട് നോക്കിയും ചെയ്യാം. അപ്പോൾ ഞാൻ വീഡിയോയിൽ കാണിച്ചുതരാം എവിടേക്കാണ് ആ നെട്ടും ബോൾട്ടും ഉള്ളതും സ്ക്രൂക്ക് എവിടേക്കാണ് വരുന്നതെന്നെല്ലാം കാണിച്ചുതരാം. അപ്പോൾ ജസ്റ്റ് നിങ്ങളൊന്ന് വീഡിയോ കുറച്ച് സ്പീഡിൽ കാണുക, കാരണം അല്ലെങ്കിൽ ലേഗാവും. നമ്മൾ ഈ വീഡിയോ കണ്ടതുപോലെ ഇതിൻ്റെ ഗാർഡ് ഫുള്ള് അയച്ച ശേഷമേ നമുക്ക് അതിൻ്റെ അകത്തുള്ള നെട്ടും ബോൾട്ടൊക്കെ ഊരാൻ പറ്റത്തുള്ളൂ. പിന്നെ ഇതിൻ്റെ അകത്ത് തന്നെ കുറേ സ്ക്രൂവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അത് ഊരണമെങ്കിൽ നമ്മൾ ആദ്യം ഗാർഡ് ഒന്ന് അയക്കണം. അപ്പോൾ ഈ ഗാർഡ് അയക്കുന്ന ഒരു വീഡിയോ ഞാൻ സ്വല്പം സ്പീഡിൽ കാണിച്ചത്. അപ്പോൾ നിങ്ങൾ വീഡിയോ ബാക്കി കാണും, അപ്പോൾ കുറച്ച് ഐഡിയ കിട്ടും. അത് കഴിഞ്ഞ് ഞാൻ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാവേ. നമ്മൾ ഗാർഡ് ഫുൾ അടിച്ചതിന് ശേഷം നമ്മൾ ഫ്രണ്ടിൽ വരുന്ന ഈ ഒരു ചെറിയ പോർഷൻ ഊരണം. ആ ചാർജിങ് പോർട്ടിൻ്റെ ഒരു പീസാണ്. അപ്പോൾ അത് ഊരിന് ശേഷം അതിൻ്റെ അകത്ത് 2 സ്ക്രൂ വരും. അതിൻ്റെ അകത്ത് 2 സൈഡിലായിട്ട് 2 സ്ക്രൂ വരും. അപ്പോൾ അടുത്തതായി നമ്മൾ അത് ഊരണം. 2 സൈഡ് ഊരണം. ഊരിയതിന് ശേഷം ഇനി ഇതിൻ്റെ സൈഡിൽ പലയിടത്തായിട്ട് കുറേ സ്ക്രൂ ഉണ്ട്. അപ്പോൾ അതെല്ലാം നമുക്ക് വീഡിയോ കാണാൻ മനസ്സിലാവും അപ്പോൾ എവിടെയൊക്കെയാണെന്നുള്ളത്. ഏകദേശം മിക്ക വണ്ടി ഇതേപോലെയൊക്കെ ടൈപ്പ് തന്നെയാണ്. അപ്പോൾ ഇപ്പോൾ വേറൊരു ടൈപ്പ് സ്ക്രൂട്ടർ പൊളിക്കണമെങ്കിൽ പോലും നമുക്ക് ഇത് വീഡിയോ കണ്ടുകഴിഞ്ഞാൽ ഒരു ഐഡിയ കിട്ടും എവിടെയൊക്കെയാണ് ഈ നെട്ടും ബോൾട്ടും സ്ക്രൂ ഒക്കെ വരുന്നതെന്നുള്ളത്. നമുക്കിനി അടുത്ത് വരുന്നതെന്ന് വെച്ചാൽ ഈ വണ്ടിയുടെ ലെഫ്റ്റ് സൈഡായ ആ സൈഡ് പാനലിലാണ്. നമുക്ക് പെട്ടെന്ന് പുറമേ നോക്കി കാണത്തില്ല, പക്ഷേ അതിൻ്റെ അടിയിൽ സ്ക്രൂ ഉണ്ട്. നമുക്ക് അല്പം താന്ന് നോക്കിയാലേ കാണാൻ പറ്റത്തുള്ളൂ. 2 സ്ക്രൂ വരും മുകളിലും താഴെ. പക്ഷേ ഈ വണ്ടിയിൽ 1 സ്ക്രൂ ഉള്ളൂ. ഒന്നിൻ്റെ ലോക്ക് പൊട്ടിപ്പോയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അതുപോലെ ഇത് ഊരണം. അതിനുശേഷം ഇതേപോലെ തന്നെ അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡും ഉണ്ട്. അപ്പോൾ നിങ്ങൾ കുറച്ച് വീഡിയോ കാണാൻ മനസ്സിലാവും.
നമ്മളിതിൻ്റെ സൈഡിലുള്ള സ്ക്രൂ എല്ലാം ഊരിയതിന് ശേഷം ഇതിൻ്റെ പുറക് സൈഡിലായിട്ട് ടെയിൽ ലൈറ്റിന് താഴെയായിട്ട് 2 സ്ക്രൂവും കൂടി ഉണ്ട്. ആ ടെയിൽ ലൈറ്റിന് താഴെ നമ്മുടെ റിഫ്ലക്ടർ വരുന്നുണ്ടല്ലോ, അപ്പോൾ അതിൻ്റെ അടിയിൽ 2 സ്ക്രൂ ഉണ്ട്. അപ്പോൾ ആ സ്ക്രൂ ഊരിയാൽ ഇതിൻ്റെ അകത്തൊരു പട്ടിൻ്റെ 2 എണ്ണം വരുന്നുണ്ട്. അപ്പോൾ അതുകൂടി ഊരാൻ പറ്റുള്ളൂ. നമുക്ക് ഈ വീഡിയോയിൽ കാണുമ്പോൾ ഇതിൻ്റെ അടിയിലുള്ള ഈ സ്ക്രൂ ഉണ്ടോ, അപ്പോൾ അത് രണ്ടും ആദ്യം ഊരിയെടുക്കണം. ഇത് ഊരിയെടുത്തതിന് ശേഷം ഇതിൻ്റെ അകത്ത് 2 10-ൻ്റെ ഇത് വരുന്നുണ്ട്, കണ്ടോ. അപ്പോൾ 10-ൻ്റെ ഇതും കൂടി നമ്മൾ ലൂസ് ചെയ്യണം. അതുകൂടി ലൂസ് ചെയ്യുമ്പോഴത്തേക്ക് ഇതിലുള്ള എല്ലാ സ്ക്രൂവും നെട്ടും ബോൾട്ടും എല്ലാം നമ്മൾ ഊരിയിട്ടുണ്ട്. മിക്ക കസ്റ്റമേഴ്സിന് വിചാരമുണ്ട് പെട്ടെന്ന് ഇതിൻ്റെ ഷോക്ക് അബ്സോർബർ മാറാൻ എളുപ്പമാണെന്നുള്ളത്. പക്ഷെ സത്യം പറയുന്നത് എളുപ്പമല്ല, കുറച്ച് പാടാണ്. കാരണം വണ്ടി ഫുള്ള് പൊളിച്ചാൽ മാത്രമേ നമുക്ക് ഇതിൻ്റെ ഷോക്ക് അബ്സോർബർ മാറാൻ പറ്റത്തുള്ളൂ. പല കസ്റ്റമറുടെ അടുത്ത് നമ്മൾ സമയം എടുക്കും എന്ന് പറയുമ്പോൾ അവർ പറയും ഇത് പെട്ടെന്ന് മാറാവുന്നതേ ഉള്ളൂ, ഷോക്ക് അബ്സോർബർ അല്ലേ എന്നൊക്കെ പറയുന്നവരാണ്. നമുക്ക് ഈ വീഡിയോ കാണാൻ മനസ്സിലാവും. അപ്പോൾ ഇത് വണ്ടി ഫുള്ള് പൊളിച്ചാൽ മാത്രമേ നമുക്കിത് മാറാൻ പറ്റത്തുള്ളൂ. അതിന് അടുത്തതായി നമ്മൾ ചെയ്യാനുള്ളതെന്ന് വെച്ചാൽ ഇതിൻ്റെ ബോഡി ഫുള്ളായിട്ട് പൊക്കി ഊരി എടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ വേറെ ഒന്നും ചെയ്യേണ്ട, എളുപ്പമാണ്. നമ്മൾ ഫുൾ ലോക്കാണ്, ഇനി വരുന്നതെല്ലാം ലോക്കാണ്. അപ്പോൾ ജസ്റ്റ് നമ്മൾ ഈ 2 സൈഡിൽ പിടിച്ച് പൊക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ ലോക്ക് വിട്ട് വരും. കുറച്ച് പാടായിരിക്കും, എന്നാലും ഒരിക്കൽ ഊരി വരുമ്പോൾ നോക്കിയാൽ, കാരണം ലോക്കെല്ലാം കറക്റ്റായിട്ട് ഊരി എടുത്താൽ മതി. ബാക്കി സ്ക്രൂ എല്ലാം ഊരിയിട്ടുണ്ട്. നമ്മൾ ഫുൾ സ്ക്രൂ ഊരിയിട്ട് ഇതുപോലെ പൊക്കി എടുക്കാവൂ, അല്ലെങ്കിൽ പൊട്ടിപ്പോവും. ഇത് ഊരി എടുത്തതിന് ശേഷം ഇതിൻ്റെ അകത്ത് 4 കണക്ഷൻ വരുന്നുണ്ട്. ടെയിൽ ലൈറ്റിൻ്റെ, ഇൻഡിക്കേറ്ററിൻ്റെ അടിയിലുള്ള ചെറിയൊരു ഇതിൻ്റെ ബൾബിൻ്റെ, നമ്മുടെ പാർക്ക് ബൾബിൻ്റെ. അപ്പോൾ ഇത്രയും ഊരി ഡിസ്കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ പാർട്സ് ഊരി മാറ്റി വയ്ക്കാം. ഇതാണ് നമ്മൾ ഈ പാർട്സ് ഊരുമ്പോൾ അതിൻ്റെ അകം വരുന്നത്, ചെയ്സ് വരുന്നത്. ചെയ്സിൽ ഇത്രയും സാധനമേ ഉള്ളൂ ഇലക്ട്രിക് സ്കൂട്ടറിൽ. വേറെ വലിയ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള വേറെ സംഭവമൊന്നുമില്ല. നമുക്ക് ഇത് കാണാൻ മനസ്സിലാവും. കണ്ടോ, ഷോക്ക് അബ്സോർബർ ഉണ്ടോ, നല്ല ലീക്കാണ്. അതാണ് ഒരു സൈഡ് സൗണ്ട് വരുന്നത്. ഫുൾ ഷോക്ക് അബ്സോർബർ ലീക്കായി. അപ്പുറത്തെ സൈഡ് വലിയ കുഴപ്പമില്ല, എന്നാലും അതും കംപ്ലൈൻ്റ് ആണ്. നല്ല ആക്ഷൻ കുറവാണ് വണ്ടി. ഇതാണ് നമ്മളെ ഇലക്ട്രിക് സ്കൂട്ടറിൻ്റെ അകം വരുന്നത്. കണ്ടോ, അതിൻ്റെ കൺട്രോളറിൻ്റെ ഭാഗം കണ്ടോ, ഫുള്ള് ഡാമേജ് ആയിരിക്കും. ആരോ ഇരുമ്പ് കമ്പി വെച്ചാൽ കെട്ടിക്കൊടുത്തിട്ടുണ്ട്. എനിക്കൊന്ന് ഔട്ടർ മാർക്കറ്റിലായിരിക്കും, ലോക്കലിലായിരിക്കും അവർ കൊടുത്തത്. ഇതാണ് ഒരു ഔട്ട്. നമുക്കിനി എങ്ങനെയാണ് ഇതിൻ്റെ ഷോക്ക് അബ്സോർബർ സൈഡ് ഊരണേ നോക്കാം. അത് ഇതിൻ്റെ സൈഡിൽ പാനലുണ്ട്. അപ്പോൾ ഈ സൈഡ് പാനലോട് ലൂസ് ചെയ്യണം. അത് നമ്മൾ 10-ൻ്റെ ഒരു ഇതാണ് വരുന്നത്, ഒരു ബോൾട്ടാണ് വരുന്നത്. അപ്പോൾ അതൊന്ന് ലൂസ് ചെയ്തിട്ട് ആ സൈഡ് ഒന്ന് താത്ത് വെച്ചാൽ മതി. ഇതുപോലെ തന്നെ അപ്പുറത്തെ സൈഡുണ്ട്. അപ്പോൾ 2 സൈഡും ഒരുപോലെ ചെയ്താൽ മതി. അത് കഴിഞ്ഞ് അതിൻ്റെ അകത്താണ് നമ്മൾ ഈ ഷോക്ക് അബ്സോർബറിൻ്റെ 12-ൻ്റെ ബോൾട്ട് വരുന്നത്. ഈ വീഡിയോ കാണാൻ മനസ്സിലാവും. ജസ്റ്റ് ഒന്ന് വീഡിയോ ഒന്ന് ഫാസ്റ്റായിട്ട് കാണാം. നമ്മൾ ഈ സൈഡ് മേലെ എല്ലാം ഒരു ശേഷം അടുത്ത് ചെയ്യാനുള്ളതെന്ന് വെച്ചാൽ നമ്മളിതിൻ്റെ ഷോക്ക് അബ്സോർബർ ലൂസ് ചെയ്യുക എന്നുള്ളതാണ്. 14-ൻ്റെ ബോക്സ് വെച്ചാണ് നമ്മളിത് ഊരണത്. 14-ൻ്റെ നെട്ട് ബോൾട്ടാണ് വരുന്നത്. ഫ്രണ്ട് 14, ബാക്ക് 17 വരുന്നത്. അപ്പോൾ നമ്മൾ അത് ഊരിയ ശേഷം ആക്സിൽ ചെറിയ ആക്സിലാണ്, അത് ഊരിയെടുത്താൽ മതി. അതുപോലെ തന്നെയാണ് അപ്പുറത്തെ സൈഡും, 2 സൈഡും ഒരുപോലെയാണ് വരുന്നത്. പിന്നെ ഇതിൻ്റെ താഴെ വരുന്നത് വെച്ച് കഴിഞ്ഞാൽ 12-ഉം 14-ഉമാണ്. അപ്പോൾ നമ്മൾ ബോക്സ് വെച്ച് പിടിക്കുകയാണ് കുറച്ച് ബെറ്റർ. റിങ്സൊക്കെ ആണെങ്കിൽ സ്ലിപ്പാവാൻ ചാൻസ് ഉണ്ട്, കാരണം നല്ല സ്ട്രോങ് ആയിട്ടിരിക്കുന്ന സംഭവമാണിത്. ഫൗണ്ടേഷൻ ബോൾട്ട് വരെ നല്ല സ്ട്രോങ് ആയിരിക്കും, കാരണം കുറച്ച് പാടാണ് ഊരാൻ. അപ്പോൾ നമ്മൾ ഈ ബോക്സ് ടൈപ്പ് വെച്ച് ലൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഊരി എടുക്കാൻ പറ്റും. കാരണം ഇപ്പോൾ വീഡിയോ കാണുമ്പോൾ, കാരണം അത് ഫുൾ ലീക്കാണ്. അതാണ് ആ സൈഡ് നല്ല ഇടി ഉണ്ടായിരുന്നു. നടുവിനൊക്കെ നല്ല പെയിനായിരുന്നു ഇത് ഓട്ടിക്കുമ്പോൾ. നമ്മൾ ഈ വീഡിയോ കാണുമ്പോൾ അത് ഊരി എടുക്കുക. കണ്ടോ, അതിൻ്റെ ആ വീഡിയോ കാണുമ്പോൾ കണ്ടോ, ഈ ഷോക്ക് അബ്സോർബർ കണ്ടോ, ഫുള്ള് പോയിരിക്കുക. കാരണം കുറേ ദിവസമായിട്ടുണ്ട് അത് ലീക്കായിട്ട്. പുള്ളിക്ക് നല്ല നടുവേദനയായപ്പോഴാണ് കൊണ്ടുവന്നത് നമ്മൾ ഷോപ്പിലേക്ക്. അതുപോലെ തന്നെ ഇപ്പുറത്തെ സൈഡ് നമ്മൾ ഊരി എടുക്കാനുള്ളത് ബോക്സ് വെച്ച് 14 വരുന്നത്. മുകളിൽ 14, 12, താഴെയും 14, 12 വരുന്നത്. അപ്പുറത്തെ സൈഡ് ഊരി പോലെയാണ് ഇപ്പുറത്തെ സൈഡ് ഊരാനുള്ളത്. സിമ്പിളാണ്, വേറെ കുഴപ്പമൊന്നുമില്ല. പക്ഷെ നമുക്ക് ഈ ബോഡി പൊളിക്കുന്നൊരു പാടേ ഉള്ളൂ നമുക്ക് ഈ വണ്ടി ചെയ്യുമ്പോഴേ. ബാക്കിയെല്ലാം ഓക്കെയാണ്. അങ്ങനെ നമ്മൾ 2 സൈഡിലുള്ള ഷോക്ക് അബ്സോർബർ ഫുൾ ഊരിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതുപോലത്തെ വണ്ടികൾക്ക് മെയിനായിട്ട് വരുന്നൊരു പ്രശ്നമാണ് ഈ ഷോക്ക് അബ്സോർബർ ഇഷ്യൂ. മിക്ക ആൾക്കാരും പറയുന്നൊരു ഇഷ്യൂ കൂടിയാണ് കേട്ടോ ഈ ഷോക്ക് അബ്സോർബർ ഇഷ്യൂ. കാരണം മിക്ക വണ്ടിക്ക് കൊണ്ട് ഈ നടുവിൽ പെയിൻ. നമ്മളപ്പോൾ ഇതിൽ മാറാൻ പോകുന്നത്, ഞാൻ കാണിച്ചിട്ട് സ്പ്ലെൻഡറിൻ്റെതാണ് മാറാൻ പോകുന്നത്. കണ്ട, ഇതാണ് സ്പ്ലെൻഡറിൻ്റെതാണ് നമ്മൾ മാറാൻ പോകുന്നത്. കറക്റ്റാണ്, പക്ഷേ ഹൈറ്റ് കുറച്ച് കൂടുതലാണ്. നിങ്ങൾ ഈ വീഡിയോ കാണാൻ മനസ്സിലാവും. കറക്റ്റ് ഫിറ്റിംഗ് എല്ലാം കറക്റ്റാണ്, പക്ഷേ ഹൈറ്റ് വ്യത്യാസമുണ്ട്. ഒരു 2-2.5 ഇഞ്ച് വരെ ഹൈറ്റ് കൂടാൻ ചാൻസ് അല്ല, ഉറപ്പായിട്ട് കൂടും. അപ്പോൾ നിങ്ങളത് മനസ്സിലാക്കിയിട്ടാണ് വാങ്ങിച്ചത്. ബുള്ളറ്റിൻ്റെ കറക്റ്റാണ് ഇതിൽ, പക്ഷേ ബുള്ളറ്റിന് കുറച്ചുകൂടി ഹാർഡായിരിക്കും. ഇത് കുറച്ചുകൂടി സസ്പെൻഷനുണ്ട്.
അതാണ് ഞാൻ ഇത് തന്നെ വാങ്ങിച്ചിട്ടത്. ഇതാണ് നമ്മളിപ്പോൾ ഔട്ടർ ലുക്ക് എന്ന് പറയുന്നത് ഈ ഷോക്ക് അബ്സോർബർ ഇട്ടതിന് ശേഷം. അപ്പോൾ ഇതുപോലത്തെ ഇനി വീഡിയോ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും. താങ്ക് യു.